ഗണപതി ഭഗവാനെ കൊണ്ട് ചൊല്ലാം. ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിതാ ദയാപര കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിതാ ദയാപര കൃപാകര ഭജാമ്യഹം നമാമ്യഹം. സകല വിഘ്നനാശന ആദിപൂജ്യ വന്ദിത പരമ പുണ്യപാവന ഭജാമ്യഹം നമാമ്യഹം. സകല വിഘ്നനാശന ആദിപൂജ്യ വന്ദിത പരമ പുണ്യപാവന ഭജാമ്യഹം നമാമ്യഹം. ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിതാ ദയാപര കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ഗജാനന ഭക്തേശ്വര മംഗളപ്രദായക സർവപാപനാശന ഭജാമ്യഹം നമാമ്യഹം. ഗജാനന ഭക്തേശ്വര മംഗളപ്രദായക സർവപാപനാശന ഭജാമ്യഹം നമാമ്യഹം. ദുഃഖദുരിതനാശന പരമഭക്തരക്ഷക പാലയ കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ദുഃഖദുരിതനാശന പരമഭക്തരക്ഷക പാലയ കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിതാ ദയാപര കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിതാ ദയാപര കൃപാകര ഭജാമ്യഹം നമാമ്യഹം. നമുക്ക് അമ്മേ നാരായണ എന്നുള്ള ചൊല്ലുമ്പോൾ ദേവിയെ പറ്റിയാകും. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. 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 നമുക്ക് ഭഗവാൻ കൃഷ്ണൻ യദുകുലത്തിലെ വീരനായ ഭഗവാനെ പറ്റി എന്താ പറയുക? ഇന്ദ്രൻ്റെ ദർപ്പമെല്ലാം അടക്കിയല്ലോ ഭഗവാൻ. യാഗം അത് പിതാവിനോട് പറഞ്ഞു, അച്ഛാ എന്താ ഈ കോപ്പുകളൊക്കെ ഇങ്ങനെ ഒരുക്കുന്നത്, എന്താ കോപ്പ്? കാരണം യാഗത്തിനുള്ള കോപ്പുകളാണ് ഒരുക്കിയത്. അപ്പം കണ്ണൻ ചോദിച്ചു, അച്ഛൻ എന്താ പിതാവേ ഇവിടെ എന്തോ ഒരുക്കുന്നു, എന്ത് കോപ്പുകളാണ് ഇതൊക്കെ? അപ്പോൾ പറഞ്ഞു, യാഗം ചെയ്യണം, ആണ്ടുതോറും ഇന്ദ്രന് യാഗം കൊടുക്കുമല്ലോ, നമുക്ക് ആ യജ്ഞം ചെയ്യണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് വേണോ അച്ഛാ? നമുക്ക് എല്ലാം പശുക്കൾക്ക് പുല്ലുമൊക്കെ തരുന്നത് ഗോവർദ്ധനഗിരിയല്ലേ, നമുക്ക് അവിടെ ഈ പ്രാവശ്യം യാഗം ചെയ്യാം. അങ്ങനെ ഭഗവാന്റെ വാക്ക് പിതാവ് കേട്ടു. അങ്ങനെ യാഗം ഗോവർദ്ധന പർവ്വതത്തിൽ ചെയ്തു. അപ്പോൾ ഇന്ദ്രൻ ഇത് മനസ്സിലാക്കി. ഇന്ദ്രന് അഹങ്കാരം വന്നിട്ട് എന്ത് ചെയ്തു? 7 ദിവസം ആ വൈരാഗ്യം കൊണ്ട് മേഘങ്ങളോട് കൽപ്പിച്ചു, എല്ലാ മേഘങ്ങളും അവിടേക്ക് ചെന്ന് ഈ ഗോവർദ്ധന പർവ്വതത്തിന് മുകളിൽ ചെന്ന് നിന്നുകൊണ്ട് മഴ പെയ്യിക്കണം. 7 ദിവസം മുടങ്ങാതെ അദ്ദേഹം മഴ പെയ്യിച്ചു. ഭഗവാൻ ഈ മഴ വന്നപ്പോൾ കുട്ടികളെല്ലാം കണ്ണാ രക്ഷിക്കുവോ, വലിയ മഴയാണല്ലോ. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ഈ ഗോവർദ്ധന പർവ്വതം ഒരു വിരൽ കുത്തി അങ്ങ് എടുത്തു. കുട പോലെ ഭഗവാന്റെ ഒരു കുഞ്ഞു വിരലിൽ പൊക്കി അങ്ങ് നിർത്തി. എന്നിട്ട് പശുക്കളെയും എല്ലാ ഗോപകുമാരന്മാരും എല്ലാവരും അതിനകത്ത് കയറി നിർത്തി. 7 ദിവസം ഒരേപോലെ രായും പകലും പെയ്ത മഴ. ഇന്ദ്രൻ അങ്ങനെ വന്ന് നോക്കി, എന്തായി എന്നറിയാം. ഇന്ദ്രൻ പുറകെ ഉണ്ട്. വന്ന് ആകാശത്ത് നോക്കി വന്ന തറയിലെങ്ങും വെള്ളമില്ല, ഇവരാരും നനഞ്ഞിട്ടുമില്ല. ഭഗവാൻ ഇങ്ങനെ കുടയും പിടിച്ച് നിൽക്കുക. ഇതിനകത്ത് നിൽപ്പുകൊണ്ട് സർവ്വ പശുക്കളും ഗോപികമാരും ഗോപിമാരും എല്ലാം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അയാൾ ഇതെന്തു പറ്റി ഇത്?
അങ്ങനെ അങ്ങാര് നാണിച്ച് ലജ്ജിച്ച് തല താഴ്ത്തി പോയി. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് സാധാരണ ഒരു മനുഷ്യക്കുട്ടിയൊന്നും അല്ല ഈ കണ്ണൻ, സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ്, നാരായണൻ തന്നെയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഭഗവാനെ പിന്നെ അങ്ങോട്ട് പാഴ്ത്തിയും പുകഴ്ത്തിയും പ്രാർത്ഥിച്ചും അങ്ങാര് ലജ്ജിച്ച് അവസാനം ഭഗവാനെ കാൽക്കൽ വന്ന് വീണ്. അങ്ങനെ ഒരു അതിനകത്ത് നമ്മൾ ഇന്ദ്രത്തിൻ്റെ ദർപ്പം നശിപ്പിച്ച ഭഗവാൻ വൈകുണ്ഠവാസൻ നാരായണനാണെന്നും ഗോവർദ്ധനഗിരി വിരലിൽ നിർത്തി അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ വാഴ്ത്തി സ്തുതിക്കണമെന്നും. അപ്പോൾ യാഗം കഴിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആ പർവ്വതം തന്നെ ഈ നിവേദ്യം പർവ്വതത്തിന് കൊടുത്താൽ പർവ്വതം തന്നെ അത് നിവേദ്യം എടുത്തുകൊള്ളും. അപ്പോൾ പൂജയെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച നിവേദ്യം എല്ലാം പർവ്വതം ഭേദിച്ച് ഭഗവാൻ നാരായണൻ പ്രത്യക്ഷമായി കൊടുത്തതെല്ലാം കഴിച്ചു. എല്ലാവരും കാണുകയെ അവിടെ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. പർവ്വതം ഭേദിച്ച പർവ്വതത്തിനകത്ത് നിന്നും കൊണ്ട് ഭഗവാൻ ഇതെല്ലാം പ്രത്യക്ഷമായി കൊടുത്തതെല്ലാം കഴിച്ചു. അങ്ങനെയാണ് അന്ന് തൊട്ടാണ് നമ്മളെല്ലാം അമ്പലങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത്. അതായിരിക്കും ഇവിടെ ലോകം മൊത്തവും ഓരോരോ ഗ്രാമങ്ങളിൽ നമ്മൾക്കുള്ള ഐശ്വര്യത്തിന് വേണ്ടി മഴ പെയ്യിപ്പിക്കാനും എല്ലാം ഇങ്ങനെ യാഗം ചെയ്ത് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല. എന്നാലും ഇത് ഭാഗവതത്തിലുള്ളത് ഞാനൊരു നാമമാക്കി ഒരു 2-3 വരി എല്ലാം കൂടെ എഴുതി നാമം ചെല്ലുക ഇന്നും അങ്ങനെ തീരുമോ? അതുകൊണ്ടൊരു 3-4 വരി. അതിൻ്റെ ടൂണൊന്നും എനിക്ക് അത്രയ്ക്കും കൊണ്ട് പിടി കിട്ടിയിട്ടില്ല. ഒരു ടൂൺ പോലെ വായിൽ വന്നു, അങ്ങനെ എഴുതി. അത് എത്രയ്ക്കും ശരിയാവും, പാടിപ്പാടി വന്നാലേ അതൊക്കെ ശരിയാവുള്ളൂ. അത് ഇത്തിരി പാടാണ്. എൻ്റെ വല്ലാത്തൊരു നാമമാണ്. മുരളീധരാ മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല മുരളീധരാ മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല മുരളീധരാ മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല. ഇന്ദ്രദർപ്പഹരണം നടത്തിയ വൈകുണ്ഠവാസ ശ്രീവാസുദേവ. ഇന്ദ്രദർപ്പഹരണം നടത്തിയ വൈകുണ്ഠവാസ ശ്രീവാസുദേവ മുരളീധരാ മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല മുരളീധരാ മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല. ഗോവർദ്ധനഗിരി വിരലിൽ നിർത്തിയ ഗോപകുമാരനെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഗോവർദ്ധനഗിരി വിരലിൽ നിർത്തിയ ഗോപകുമാരനെ വാഴ്ത്തി സ്തുതിക്കുന്നു. മുരളീധരാ മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല മുരളീധരാ മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല. പർവ്വതം ഭേദിച്ചു പ്രത്യക്ഷമായി കണ്ട നാരായണനെ വാഴ്ത്തി സ്തുതിക്കുന്നു. പർവ്വതം ഭേദിച്ചു പ്രത്യക്ഷമായി കണ്ട നാരായണനെ വാഴ്ത്തി സ്തുതിക്കുന്നു. പർവ്വതം ഭേദിച്ചു പ്രത്യക്ഷമായി കണ്ട നാരായണനെ വാഴ്ത്തി സ്തുതിക്കുന്നു. മുരളീധരാ മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല മുരളീധരാ മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല. ഇതിൻ്റെ ആകാരവും ഗീഹാരമൊന്നും എനിക്ക് തൊണ്ടയ്ക്ക് വരത്തില്ല. തൊണ്ടയ്ക്ക് അഭവമൊക്കെയാണ്. ശ്രുതി പോലും തൊണ്ട വിചാരിക്കണമൊക്കെ നിൽക്കത്തില്ല. എങ്ങോട്ടെങ്കിലും അങ്ങ് പോവുക മക്കളെ, എല്ലാവരും ക്ഷമിക്കണം. എൻ്റെ അങ്ങോട്ട് നല്ല ആരോഗ്യമൊക്കെ തൊണ്ടയ്ക്ക് വേണം, എന്നാലേ ഇതൊക്കെ പാടാൻ പറ്റൂ. നമുക്ക് ഗോവിന്ദ ഹരി ഗോവിന്ദ കൂടെ ചൊല്ലാം. ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ. ശ്രീവാസുദേവ ഗോവിന്ദ
ശ്രീ മുരളീധര ഗോവിന്ദ ശംഖ് ചക്രഗദ ഗോവിന്ദ പീതാംബരധര ഗോവിന്ദ ശ്രീവാസുദേവ ഗോവിന്ദ ശ്രീ മുരളീധര ഗോവിന്ദ ശംഖ് ചക്രഗദ ഗോവിന്ദ പീതാംബരധര ഗോവിന്ദ ഗോകുലപാല ഗോവിന്ദ നന്ദകുമാര ഗോവിന്ദ വൈകുണ്ഠവാസ ഗോവിന്ദ ത്രിലോകാധിപ ഗോവിന്ദ ഗോകുലപാല ഗോവിന്ദ നന്ദകുമാര ഗോവിന്ദ വൈകുണ്ഠവാസ ഗോവിന്ദ ത്രിലോകാധിപ ഗോവിന്ദ ഭക്തപരായണ ഗോവിന്ദ മുക്തിദായക ഗോവിന്ദ ശ്രീവത്സാംഗിത ഗോവിന്ദ ഗോവത്സപ്രിയ ഗോവിന്ദ ഭക്തപരായണ ഗോവിന്ദ മുക്തിദായക ഗോവിന്ദ ശ്രീവത്സാംഗിത ഗോവിന്ദ ഗോവത്സപ്രിയ ഗോവിന്ദ ഹരിനാരായണ ഗോവിന്ദ രാമസഹോദര ഗോവിന്ദ സീതാവല്ലഭ ഗോവിന്ദ ഭാമാവല്ലഭ ഗോവിന്ദ ഹരിനാരായണ ഗോവിന്ദ രാമസഹോദര ഗോവിന്ദ സീതാവല്ലഭ ഗോവിന്ദ ഭാമാവല്ലഭ ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീനാരായണ ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പത്മലോചന ഗോവിന്ദ. നമുക്കിനി ആനന്ദം കൊണ്ട് നിറയ്ക്കേണ്ടി നമുക്ക് ആനന്ദം ചെല്ലാം. ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം കാണായ സർവവും ഞാനെന്നറിയണം സർവചൈതന്യ സ്വരൂപ ദൈവമേ ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം കാണായ സർവവും ഞാനെന്നറിയണം സർവചൈതന്യ സ്വരൂപ ദൈവമേ ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു ഈ ലോക ജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ഈ ലോക ജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി ജദ്യൽ സകലം പരസ്മൈ നാരായണായേനിധി സമർപ്പയാമി. ഓം നാരായണായേനിധി സമർപ്പയാമി. ഓം നാരായണായേനിധി സമർപ്പയാമി.